കിടക്കുന്നുണ്ട്, കണ്ണുമിഴിക്കുന്നുണ്ട്, ഒന്നിനും കഴിയുന്നില്ല. മലമൂത്ര വിസർജനം കിടന്ന കിടപ്പിൽ പരസഹായമില്ലാതെ അനങ്ങാനാകുന്നില്ല. ചിലപ്പോ എപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറക്കുന്നു, ഒന്നും അറിയുന്നില്ല. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. മൂക്കിലൂടെ ഫിറ്റ് ചെയ്തിട്ടുള്ള ട്യൂബിലൂടെ നൽകുന്ന ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അത് പോകുന്നത് പോലും ആ മനുഷ്യൻ അറിയുന്നില്ല. അത് വൃത്തിയാക്കാൻ ആളില്ല. അങ്ങനത്തെ ഒരു കിടത്തം. അല്ലാഹുവേ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ തരരുതേ. ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് വല്ലാത്തൊരു കാര്യമാണ് സുഹൃത്തുക്കളെ. അവിടെയാണ് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് സഹിക്കവയ്യാതെ പലപ്പോഴും റബ്ബേ എന്തിനെന്നെ ഇങ്ങനെ കിടത്തുന്നു, എന്തിന് ഞാനിവിടെ വന്നു എന്നൊക്കെ പറയുന്ന നിലക്കുള്ള വർത്തമാനങ്ങൾ വന്നു പോകാറുള്ളത്. പടച്ച റബ്ബിനോട് ചോദിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനകളിൽ കാണാം, രോഗമൊന്നും വന്നില്ലെങ്കിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മിൻ അൻ ഉറദ്ദ, ഞാൻ തള്ളപ്പെടുന്നതിൽ നിന്ന്. ഇലാ അർദലിൽ ഉമർ, ആയുസ്സിന്റെ അങ്ങേ അറ്റത്തിലേക്ക് ഞാൻ തള്ളപ്പെടരുത് റബ്ബേ. ആർക്കും വേണ്ടാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ തള്ളപ്പെടരുതേ. പിന്നെ കരയാനും ചിരിക്കാനും ഒന്നിനും കഴിയാതെ ഒരൊറ്റ കിടപ്പ്. ആ കിടക്കത്തിൽ ആ ബോഡി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി വാട്ടർ ബെഡ്, എയർ ഇങ്ങനെ സെക്കൻഡ് കണക്കിന് മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന, എയർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിലക്കുള്ള പ്രത്യേക ബെഡ്. അതൊക്കെ എത്ര നാളാന്നറിയോ? അവസാനം വേണ്ടപ്പെട്ടവർ പോലും പരസ്പരം അടക്കം പറയും, എപ്പോഴാ അതൊന്ന് കഴിയാന്നറിയില്ല. അതെങ്ങാനും ഈ മനുഷ്യന് ബോധമുണ്ട്, അതൊന്ന് കേൾക്കുകൂടെ ചെയ്യേണ്ടി വന്നാലോ? റബ്ബേ, എന്താണ് എന്റെ അവസ്ഥ എന്ന് ചിന്തിക്കൂലേ? ആ ഒരു ഘട്ടത്തോളം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും മഹാനവറുകളെ കുറിച്ച് അല്ലാഹു പറയുന്നത്, നാം അദ്ദേഹത്തെ നല്ല ക്ഷമാലുമായിട്ടാണ് കണ്ടത്. ഇന്നാ വജദ്നാഹു സാബിറ, നാം അദ്ദേഹത്തെ വല്ലാത്ത ക്ഷമയുള്ള വ്യക്തിയായിട്ടാണ് കണ്ടത്. റബ്ബ് പറയാണ്. എന്നിട്ട് അല്ലാഹു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് നോക്കൂ, നിഅമൽ അബ്ദ്, നിഅമൽ അബ്ദ്. എത്ര നല്ല അടിമയാ അയ്യൂബ്, എത്ര നല്ല അടിമയാണ്. ഇന്നഹു അവ്വാബ്, ഇന്നഹു അവ്വാബ്. അപ്പോഴും എന്തെങ്കിലും എന്റെ അടുത്ത് പറ്റിയോ റബ്ബേ എന്ന് ചോദിച്ച് എന്നിലേക്ക് ഇങ്ങനെ ഖേദിച്ചു മടങ്ങി തൗബ ചെയ്യുന്ന, ഏറെ ഖേദിച്ചു പശ്ചാത്തപിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സുഹൃത്തുക്കളെ, മഹാനവറുകൾ ഒരു നിരാശയുടെയും ഒരു നന്ദികേടിന്റെയും വാക്ക് പറഞ്ഞില്ല.